ഇത്രയും ദിവസം ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിളിക്കും എന്ന ധാരണയിലാണ് ഇരുന്നത്. ഇനി നമുക്ക് ആ ഒരു കൺസിഡറേഷന്റെ ആവശ്യമില്ല. ഇനി നിങ്ങളുടെ ഫണ്ട് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് സംഘടന മാറുകയാണ്. ഈ കാര്യത്തിൽ നാളെ തീരുമാനമായില്ലെങ്കിൽ പിന്നെ ഫണ്ട് വേണ്ട, മൈക്രോ ലാബും നമുക്ക് സഹകരണം വേണ്ട എന്ന് സംഘടന ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടിക്ക് സംഭാവന ചെയ്തില്ല എങ്കിൽ നിന്റെ കട ഞങ്ങൾ പൂട്ടിക്കും. ഒരു BJP നേതാവിൻ്റെ ശബ്ദ സംഭാഷണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. BJPയുടെ വ്യാപാര സംഘടനയായിട്ടുള്ള ആ സംഘടനയുടെ പത്തനംതിട്ടയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് പുല്ലാടാണ് ഒരു കടക്കാരനെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത്. ഇവരുടെ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ഇതൊരു ലാബ് ഉടമയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലാബ് ഉടമയോടാണ് BJP നേതാവായിട്ടുള്ള രാജേഷ് പുല്ലാട ഞങ്ങൾക്ക് സംഭാവന തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫണ്ട് തന്നില്ല എങ്കിൽ നിന്റെ കട ഞങ്ങൾ പൂട്ടിക്കുമെന്നുള്ളത്. ഡോക്ടർമാരടക്കം ഞങ്ങൾക്ക് അറിവുള്ള ആളുകളാണ്. അവർ ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതും. അത് നിന്റെ സ്ഥാപനത്തെ ഒരു തരത്തിലും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കില്ല എന്നും അത് നിനക്ക് വലിയ രീതിയിൽ നഷ്ടമുണ്ടാക്കും എന്നതടക്കം പറയുന്ന ഘടകങ്ങളാണ് ഈ ശബ്ദ സംഭാഷണത്തിലുള്ളത്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വ്യാപാര സംഘടനയുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം പങ്കെടുത്ത പരിപാടിയാണ്. ആ പരിപാടിയുടെ ഭാഗമായിട്ട് പിരിവ് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ ലാബ് ഉടമ പണം കൊടുക്കാതിരുന്നത്. അതിനാണ് ഈ BJP നേതാവ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയത്. ആ ഓഡിയോ ഒന്ന് കേൾക്കാം. അവിടുന്ന് നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. മൈക്രോ ലാബിന്റെ പേരിലുള്ള കളക്ട് ചെയ്യണമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു. മൈക്രോ ലാബുകാർ നമുക്ക് ഇന്നതാണ് അവിടുത്തെ പ്രതികരണം എന്ന് പറയുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതുകൂടെ നേരിടാൻ അവർ തയ്യാറാണ്. കാരണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ മൈക്രോ ലാബിന് പ്രിസ്ക്രിപ്ഷൻ തരുന്ന 100 കണക്കിന് ഡോക്ടർമാരുണ്ട്. നമ്മൾ പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ വേറെ ലാബിന് മാറ്റി എഴുതാൻ തയ്യാറായ ഡോക്ടർമാരുണ്ട്. നിമിഷ നേരം കൊണ്ട് നഷ്ടം ഉണ്ടാക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം സംഘത്തിന്റെ അനുഭാവികളായിട്ടുള്ള ഡോക്ടർമാർ എത്ര വരണമെന്ന് അറിയാമല്ലോ. RSS എന്നുള്ള പ്രസ്ഥാനത്തിന്റെ പേജിൽ തന്നെയാണ് പറയുന്നത്. വേണ്ട, മൈക്രോ ലാബ് നമുക്ക് വേണ്ട എന്ന് നിശ്ചയമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് മൈക്രോ ലാബിനുണ്ടാവും. അത് പത്തനംതിട്ട ജില്ലയിൽ മൊത്തം ഉണ്ടാവും. ഇത് സംഘടനാ തീരുമാനമാണ്, സംഘടനയുടെ ജില്ലയുടെ തീരുമാനമാണ്. പത്തനംതിട്ട ജില്ലയിൽ നിങ്ങളുടെ എത്ര മൈക്രോ ലാബിന്റെ യൂണിറ്റുകളുണ്ടോ, ഒരിടത്തല്ല, കോഴഞ്ചേരി അല്ലേ ഞാൻ പറയാം, പത്തനംതിട്ട ജില്ലയിൽ എത്രയുണ്ടോ അവിടെ നമ്മളുമായിട്ട് സഹകരിക്കുന്ന മൊത്തം ആളുകൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുക്കും മൈക്രോ ലാബുമായിട്ടുള്ള പൂർണ്ണമായ ബന്ധം വിടാതെ. ഇത് ഇത്രയും ദിവസം ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിളിക്കും എന്ന ധാരണയിലാണ് ഇരുന്നത്. ഇനി നമുക്ക് ആ ഒരു കൺസിഡറേഷന്റെ ആവശ്യമില്ല. ഇനി നിങ്ങളുടെ ഫണ്ട് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് സംഘടന മാറുകയാണ്. ഈ കാര്യത്തിൽ നാളെ തീരുമാനമായില്ലെങ്കിൽ പിന്നെ ഫണ്ട് വേണ്ട, മൈക്രോ ലാബും നമുക്ക് സഹകരണം വേണ്ട എന്ന് സംഘടന ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ ക്ഷീണം അറിയാമല്ലോ, ചെറിയ പണിയായിരിക്കത്തില്ല വരുന്നത്, അറിയാമല്ലോ. എനിക്ക് ഇന്ന് വൈകുന്നേരത്തിനാണ് തീരുമാനം അറിയണം. ഇനി ഞാനൊരു വിളി കൂടെ വിളിക്കത്തില്ല. എനിക്ക് തീരുമാനം വൈകുന്നേരത്തിനാണ് അറിയണം. പറയാനുള്ള പറഞ്ഞേക്കാം കേട്ടല്ലോ.